ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഏകദേശം 8 മണി സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം 80 പോയിൻ്റ് അപ്പാണ്. 80 പോയിൻ്റ് അപ്പാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് പോസിറ്റീവ് ട്രെൻഡാണ്. എൻവിഡിയയുടെ റിസൾട്ട് വന്നു, നല്ല റിസൾട്ട് എന്ന് വന്ന് രാത്രി ലൈറ്റ് കമ്മിങ് ആയിട്ടെങ്കിലും വന്നെങ്കിലും റിസൾട്ട് നല്ല റിസൾട്ടാണ് വന്നതെന്നുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ള ഐ ടി സെക്ഷനുകളോ ഒന്നും അത്ര ഡിസ്കൗണ്ടിങ് ചെയ്തില്ല. മാർക്കറ്റ് അപ് ട്രെൻഡായി എന്നുള്ളതാണ്. അന്ന് അവിടുത്തെ ഒരു നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഇന്ന് വരാൻ പോണ ഫെഡിൻ്റെ ന്യൂസ് ഉണ്ട്. പക്ഷേ ഫെഡിൻ്റെ ന്യൂസൊക്കെ നമുക്കറിയാം, അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ദിവസം നെഗറ്റീവ് ന്യൂസ് വന്നാൽ ഫെഡ് റേറ്റ് കട്ട് ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് വേൾഡ് മാർക്കറ്റ് മുഴുവൻ വളരെ താഴത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഫെഡ് റേറ്റ് കട്ടില്ല എന്ന് പറഞ്ഞാൽ, കെട്ടുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം കയറും. കട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയ ഇമ്പാക്റ്റേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നമ്മളെ കണ്ടിന്യൂസ് മാർക്കറ്റ് ഇന്നലെ കയറിയ മാർക്കറ്റാണ്, ഇന്ന് മാർക്കറ്റ് കയറിയതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ചെറുതായിട്ട് വന്നു എന്ന് വരാം, അത്രയേ ഉള്ളൂ. അത് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കാണേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ബേസിക്കലി ഇനിയുള്ള ഇപ്പോൾ ഈ വരാൻ പോകുന്ന 2 ന്യൂസുകളും പ്രധാനപ്പെട്ട ന്യൂസ് ഇതായിരുന്നു. നമ്മളൊരാഴ്ചയായിട്ട് പേടിച്ചിരുന്ന ന്യൂസ് കഴിഞ്ഞു. ഇനിയുള്ള ന്യൂസ് സ്ലൈറ്റ് എന്നും വരുന്നതല്ലേ ഫെഡിൻ്റെ ന്യൂസിലൊക്കെ. അതപ്പോൾ ഒരു മോശമാവുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് ഇറങ്ങും, റിക്കവർ ചെയ്യും. അപ്പോൾ അതിൽ കൂടുതലൊന്നും കാണാനില്ല. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നെഗറ്റീവ് ന്യൂസ് ഇമ്പാക്റ്റുകൾ പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്ന് മാത്രം ഇന്ന്. ഓക്കെ, ഒരു ചെറിയ ന്യൂസ്, നെഗറ്റീവ് ന്യൂസായിട്ട് വരാൻ പോകുന്നത് ഡോളർ ഇൻഡെക്സ് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഡോളർ ഇൻഡെക്സ് കയറുമ്പോൾ നമുക്ക് അറിയാം, ഓൾറെഡി 3 ദിവസമായിട്ട് ബാങ്ക് സെക്ഷൻ അട്രാക്റ്റീവാണ്. ചിലപ്പോൾ ഇന്നും അട്രാക്റ്റീവും. പക്ഷേ ഇന്ന് ബാങ്ക് സെഷൻ വളരെ ഫാസ്റ്റായിട്ട് കയറാനുള്ള ശ്രമം ചിലപ്പോൾ നടത്തും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോളർ ഇൻഡെക്സ് കയറി വരികയാണെങ്കിൽ ഇത് ബാങ്കിനെ ബാധിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളെ കറൻസീനെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് ബാങ്ക് സെക്ടറിനെയും ബാധിക്കുന്നതാണ്. മാക്സിമം അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റി അത് കയറ്റി പിടിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കയറുന്നുണ്ടാവും. അത് ലോങ് ടൈമിലേക്ക് നിങ്ങൾ വെക്കരുത്. ബാങ്ക് നിഫ്റ്റിയിലാണ് ചിലപ്പോൾ സെല്ലിങ് വരേണ്ടത്. അപ്പോൾ എനിക്കറിയില്ല എപ്പോൾ സെല്ല് വരുന്നത്, പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലാണ് ഇതിൻ്റെ സെല്ലിങ് കൂടുതലായിട്ട് കാണേണ്ടത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഒന്ന് പിടിച്ച് മുകളിലേക്ക് കയറ്റുക, ഹൈയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഷോർട്ട് അടിക്കാൻ നിഫ്റ്റി വേണ്ട, സെൻസെക്സും വേണ്ട. നമുക്ക് ഷോർട്ട് അടിക്കാൻ കുറച്ച് താല്പര്യം എടുക്കേണ്ടത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പോൾ നിഫ്റ്റി സെൻസെക്സ് ഒഴിവാക്കുക, എന്നിട്ട് ഷോർട്ട് അടിക്കുന്നവരെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ബാങ്ക് നിഫ്റ്റി എപ്പോഴും ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ അത് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കയറാൻ സാധ്യതയുണ്ടോ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ എല്ലാവരും കൂടി ഇതറിഞ്ഞവർ, ഇത് മനസ്സിലാക്കുന്നവർ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഐഡൻറ്റിഫൈ ഒരു കാലത്ത് തന്നെ കയറി ബാങ്ക് നിഫ്റ്റിയിൽ ഷോർട്ട് അടിക്കും. ബാങ്ക് നിഫ്റ്റിയിൽ എല്ലാവരും കൂടി ഷോർട്ട് അടിച്ചാൽ ബാങ്ക് നിഫ്റ്റി വീണ്ടും റിക്കവർ ചെയ്യും. കാരണം നിഫ്റ്റി 50ലും ഈ ഷെയർസിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ നിഫ്റ്റി 50 കയറുമ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് പവർ ഉണ്ട്. ആ ഒരു പവർ വെച്ചിട്ട് വീണ്ടും കയറാൻ ശ്രമിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇന്നൊരു സെല്ലൊന്നും ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു മൈനസ് സെക്ഷനോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് സെക്ഷനോ വരുമ്പോൾ മാർക്കറ്റിന് അത് വന്നാൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, വന്നാൽ മാത്രം. കാരണം അങ്ങനൊരു ചാൻസസ് ഇന്ന് കുറവാണ്. ഓൾറെഡി നിഫ്റ്റി അപ്പാണ്. വേറെ വലിയൊരു നെഗറ്റീവ് ന്യൂസ് വരാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ അത് നാളെ ചെറുതായിട്ടാണ്. അപ്പോൾ അതും വലിയ പ്രധാനമല്ല. പക്ഷേ ഈ ഇത് കയറിപ്പോകുന്നുള്ളത് നമുക്കറിയില്ല. 100.26 100.58 കണ്ടാന്ന് തോന്നുന്നു ഒരു 3-4 ആഴ്ച മുമ്പ് വന്നത്. അപ്പോൾ അതിനെയും കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യ റുപ്പി മോശം ആണെങ്കിൽ ഇത് വരും. അപ്പോൾ ഞാൻ പറഞ്ഞത് മാർക്കറ്റാണ്, മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഐഡിയ ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ ഐഡിയ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് അധികം ക്യാഷ് പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്താൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതവിടെ സെല്ല് ചെയ്യാൻ, ഇതൊരു ഐഡിയ നമ്മൾ കാലത്ത് 9 മണിക്ക് മുമ്പ് തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിൽ സ്ട്രെസ്ഡാണ്. ഞാനിതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഡോളർ ഇൻഡെക്സ് ഇനിയും കയറുന്നുണ്ടോ എന്ന്. കാരണം വൈകുന്നേരം ഇനിയിപ്പോൾ പെട്ടെന്നെങ്ങാനും ഇൻട്രസ്റ്റ് റേറ്റ് പേറോൾ ഡാറ്റ വരാണ്ട് ആ ഡാറ്റയും പോസിറ്റീവാണ് അമേരിക്കയെ സംബന്ധിച്ച്. അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഡോളർ വീണ്ടും കയറാവുന്നതാണ്. ഫെഡിൻ്റെ മിനിറ്റ്സ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഡോളറിൻ്റെ മൂവ്മെൻറ്റ് വളരെ പ്രധാനമാണ്, സെൻസിറ്റീവാണ്. ബാങ്ക് നിഫ്റ്റി കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് വെച്ച് സെല്ല് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല. സെല്ല് ചെയ്യേണ്ട ഒരു സമയം അതെപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. മാർക്കറ്റ് ടൈമിൽ മുന്നേ കൂട്ടി ഒരു ഊഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, FISൻ്റെ ഡാറ്റ വന്നു. ഡാറ്റ നമുക്ക് കാണുമ്പോൾ പോസിറ്റീവാണ്. 1500 കോടി അവർ ബൈ ചെയ്തേക്കാണ്. 1500 കോടി ബൈ ആണ്. 1300. FII മുൻപിലേക്ക് വന്നു പോകണം. FIS അല്ലെങ്കിൽ മുമ്പിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ മാർക്കറ്റിന് വീണ്ടും ഒരു അവിടെ പോസിറ്റീവ് ട്രെൻഡ് കൊടുക്കുകയാണ്.
ഓരോ നെഗറ്റീവ് പറയുമ്പോൾ ഓരോ പോസിറ്റീവ് ട്രെൻഡുകളും ആഡായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ആസ്റ്റർ ഡി എം ബേസിക്കലി ഒരു 700 കടന്നു പോയതിനു ശേഷം പിന്നെ കുറച്ച് കറക്ഷൻ വന്നിട്ട് ഒരു 30ഓളം പോയിൻ്റ് താഴെ നിൽക്കുകയാണ് ആസ്റ്റർ ഡി എം. എനിക്ക് തോന്നുന്നു ഒരു അത് ഷോർട്ട് ടൈം എന്നുള്ള ലെവലിൽ ഇതൊക്കെ ഡെലിവറി എടുത്ത് വയ്ക്കാവുന്നതാണ്. എൻ ടി പി സി ഗ്രീൻ എനർജി, ഞാൻ ബേസിക്കലി പറഞ്ഞു ഈ കൗണ്ടറിന് എൻ ടി പി സി ആയിട്ട് അതുകൊണ്ട് തന്നെ ഇതിന് സ്പീഡ് ഇത്തിരി കുറവാണ്, ചെറിയ ഷെയറാണ്, സ്പീഡ് കുറവാണ്. അപ്പോൾ ആ ഒരു ഇതിനൊന്ന് ഡീൽ ചെയ്യുക. മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാവുന്ന കൗണ്ടർ എന്ന് പറഞ്ഞതേ ഉള്ളൂ എൻ ടി പി സി. ഭാവിയിൽ 3 ബാങ്കുകൾ ഉണ്ടാവുന്നുള്ളൂ എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കായിരിക്കാം. ഒരു ന്യൂസ് എനിക്ക് കിട്ടിയതാണ്, ക്ലാരിറ്റി ഒന്നുമില്ല. ബാങ്ക് ഓഫ് ബറോഡയൊക്കെ പഞ്ചാബിൻ്റെ താഴിലേക്കാണ് പോകാൻ സാധ്യത എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണെങ്കിൽ അത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ റിസ്ക് എടുക്കണവരെ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഈ അലൈൻമെൻറ്റൊക്കെ വരും 5-6 മാസം എടുക്കും. എങ്കിൽ തന്നെയും ആ ഒരു അലൈൻമെൻറ്റ് വെച്ചിട്ട് ഈ പഞ്ചാബ് നാഷണൽ ബാങ്ക് വാങ്ങാൻ താല്പര്യമുള്ളത് പറഞ്ഞാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർക്ക് വേണമെങ്കിൽ PNB നോക്കാവുന്നതാണ്. NBCC ബേസിക്കലി മാർക്കറ്റിൽ ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഡിസംബർ 4 കോട്ടൻ്റെ താരിഫായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്. അതിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുകയാണെങ്കിൽ, ട്രംപ് എല്ലാവരുമായിട്ട് അലൈൻമെൻറ്റ് ഉണ്ടാക്കി കഴിയുകയാണ്, ഇന്ത്യയായിട്ടുള്ള അലൈൻമെൻറ്റ് ഉണ്ടാക്കും, എല്ലാവരും അലൈൻമെൻറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ 4 വരുന്ന ട്രംപിനെതിരായി വരുന്ന ഒരു ന്യൂസ് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവായ പോലും വലിയ വിഷയങ്ങളല്ല, ട്രംപിനും വലിയ വിഷയങ്ങളാവില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ട്രംപ് ഗവൺമെൻറ്റിന് മോശമാവും, ട്രംപിന് അത് പേഴ്സണലായിട്ട് ബാധിക്കും. പക്ഷേ എങ്കിൽ തന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് ആക്ടിവേഷൻ ആവും അവിടെ നിന്നോട്ട്. അപ്പോൾ അതുകൊണ്ട് NBCC ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. ക്വിസ്കോ ഫ്രഷൻ നമുക്ക് ഒന്ന് നോക്കിക്കോളൂ. അത് ഇന്നലെ തന്നെ ഒരു ആക്ടിവേഷൻ കണ്ടതാണ്. ഇന്നത്തെ മാർക്കറ്റിലേക്കായിട്ട് വാച്ച് ചെയ്യേണ്ട കൗണ്ടറാണ് പ്ലാറ്റിനം ഇൻഡസ്ട്രീസ്, അരവിന്ദ് ലിമിറ്റഡ് വാച്ച് ചെയ്യും. കുറച്ച് സ്റ്റേക്സ് ഇതിൽ നിന്ന് വിറ്റുമാറുകയാണ്. അപ്പോൾ AWL വാച്ച് ചെയ്യുന്ന കുറച്ച് റിസ്ക് ബേസ്ഡാണ്, വാച്ച് ചെയ്തോളൂ. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 90 പോയിൻ്റ് അപ്പാണ് ട്രെൻഡ്. അപ്പോൾ വീണ്ടും പോസിറ്റീവ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്ത് ട്രേഡിംഗ് പഠിക്കുക. അതുപോലെ തന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൽ തെറ്റ് പറ്റിയാലും നമ്മളെ ട്രെൻഡ് ആക്ടിവേഷൻ കറക്റ്റായിട്ട് പോയാൽ മാത്രമാണ് നമ്മളിതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചു എന്നുള്ള ക്ലയൻറ്റുകൾക്ക് തോന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് ചാർട്ട് പഠിച്ചവരായിരിക്കാം. ബിസിനസ്സിൽ ആദ്യം സെൻറ്റിമെൻറ്റാണ് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ഫണ്ടമെൻ്റൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഫണ്ടമെൻ്റലിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടാവും. സെൻറ്റിമെൻറ്റൽ വർക്കൗട്ട് ചെയ്യുക. എപ്പോഴത്തെ സെൻറ്റിമെൻറ്റൽ കുറച്ച് പോസിറ്റീവാണ് മാർക്കറ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, മാർക്കറ്റിൻ്റെ ട്രെൻഡ് പോസിറ്റീവാണ്. FIS അങ്ങനെ കൂടുതൽ ബൈ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ മാർക്കറ്റിൽ റിക്കവറി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യേണ്ട സമയമായിട്ട് തോന്നുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. താങ്ക് യു.